നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്കുള്ള കർശന മുന്നറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. ID കാർഡുകൾ കൃത്യമായി പുതുക്കാത്ത പ്രവാസികൾക്കെതിരെ സൗദി തിരിഞ്ഞിരിക്കുകയാണ്. ID കാർഡുകളുടെ കാലാവധി കൃത്യമായി പുതുക്കാത്ത പ്രവാസികൾക്ക് പിഴ ചുമത്തുമെന്നാണ് സൗദിയുടെ മുന്നറിയിപ്പ്. കാലാവധി അവസാനിച്ച ID കാർഡുകൾ ഉപയോഗിക്കുന്ന പ്രവാസികൾക്ക് 500 റിയാൽ പിഴ ചുമത്തുമെന്ന് അധികൃതർ അറിയിച്ചു. സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ടാണ് ഇക്കാര്യം അറിയിച്ചത്. വീഴ്ചകൾ ആവർത്തിക്കുന്നവർക്ക് 1000 റിയാൽ പിഴ ചുമത്തും. പ്രവാസികളുടെ ഫൈനൽ എക്സിറ്റ് വിസയുടെ സാധുത അവ അനുവദിച്ച തീയതി മുതൽ 60 ദിവസത്തേക്കാണ്. ID കാർഡുകളുടെ കാലാവധി അവസാനിച്ച തീയതി തൊട്ട് 3-ാം ദിനം മുതൽ ഈ പിഴ ബാധകമാകുമെന്ന് അധികൃതർ വിശദമാക്കി. അതേപോലെ കഴിഞ്ഞ ദിവസം വാടകക്കാർക്ക് കരാർ സംബന്ധിച്ച പുതിയ നിബന്ധനയും സൗദി മുന്നോട്ട് വെച്ചിരുന്നു. സൗദിയിൽ 3 മാസത്തിൽ കുറഞ്ഞ കാലയളവിലേക്ക് കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകാനാവില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. വാടക കരാർ ചുരുങ്ങിയത് 3 മാസത്തേക്ക് മാത്രമേ അനുവദിക്കൂ എന്ന് സൗദി മുനിസിപ്പൽ ഗ്രാമ പാർപ്പിടകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈജാർ അതോറിറ്റി വ്യക്തമാക്കിയത്. കെട്ടിട ഉടമയും വാടകക്കാരനും തമ്മിലുണ്ടാക്കുന്ന കരാർ ഈജാർ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള കുറഞ്ഞ കാലപരിധിയാണിത്. രാജ്യത്ത് കഴിയുന്ന വിദേശികൾക്കും പ്രവാസികൾക്കും ഇഖാമ പുതുക്കുന്നതിന് ഈജാർ കരാർ നിർബന്ധമാണ്. കെട്ടിടത്തിന്റെ വാടകയും ഇത് അടയ്ക്കുന്നതിനുള്ള ഗഡുക്കളും സംബന്ധിച്ച് ഉടമയും വാടകക്കാരനും തമ്മിൽ ആദ്യം ധാരണയിലെത്തണം. ശേഷം ഇരുവരുടെയും പരസ്പര സമ്മതത്തോടെയാണ് കരാറിൽ ഏർപ്പെടേണ്ടത്. ഇതിനായി ഇരുവരും അബ്ഷീർ വഴിയാണ് അനുമതി നൽകേണ്ടത്. കരാർ അവസാനിപ്പിക്കുന്നതിനും ഇതേ സംവിധാനം പ്രയോജനപ്പെടുത്തണം. പാർപ്പിട ആവശ്യങ്ങൾക്കുള്ള ഈജാർ കരാറുകൾക്ക് നികുതി ബാധകമല്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, സൗദി അറേബ്യയിലേക്ക് വരുമ്പോൾ കൊണ്ടുവരാവുന്നത് കുറഞ്ഞ അളവിലുള്ള സാധനങ്ങൾ മാത്രമാണെന്ന് സക്കാത്ത്, ടാക്സ് ആൻഡ് കസ്റ്റംസ് വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. വ്യാപാര ആവശ്യത്തിനുള്ള സാധനങ്ങൾ ആണെങ്കിൽ പരിധിയിൽ കൂടുതൽ ഒരിക്കലും കൊണ്ടുവരാൻ പാടുള്ളതല്ല. പരിധിയിൽ കൂടുതലാണെങ്കിൽ അതിന് നികുതി ചുമത്തും. നിയമത്തിൽ എതിരായ രീതിയിലാണ് സാധനങ്ങൾ സൗദിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിലും പിഴ ചുമത്തും. ഒരു വ്യക്തിക്ക് ഇറക്കുമതി ചെയ്യാൻ സാധിക്കുന്ന സാധനങ്ങളുടെ തോത് നിശ്ചയിച്ചിട്ടുണ്ട്. അതത് വിമാനത്താവളങ്ങളിലെയും തുറമുഖങ്ങളിലെയും കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അധികൃതരുമായി ബന്ധപ്പെട്ട് സംശയം പരിഹരിക്കേണ്ടതാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.